ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും നാളും കാത്തിരുന്നതിന്. പിന്നെ ഡിലേ ചെയ്തതിന് സോറി. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അതിൻ്റേതായ പോരായ്മകളുണ്ട്. അതിപ്പോൾ ഡയലോഗിലായാലും പിന്നെ ഡയലോഗിൻ്റെ ലെങ്തിലായാൽ പോലും. എന്നിരുന്നാലും അവസാനമൊക്കെ എത്തുമ്പോൾ കുറച്ച് ഡ്രമാറ്റിക് ആയത് കണക്ക് തോന്നും. ബട്ട് എൻ്റെ സ്റ്റോറി അങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻഡിങ് അങ്ങനെ തന്നെ ഉദ്ദേശിച്ച് എഴുതിയത് തന്നെയാണ്. എന്നിരുന്നാലും ഒരുപാട് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇയാളിവിടെ എന്ത് ചെയ്യാ? ഇയാളെങ്ങനെ ഇവിടെ എത്തിയത്? ശ്രീദേവി ചേച്ചി, ശ്രീദേവി ചേച്ചി. ഗൗരി പ്ലീസ് പ്ലീസ് ബഹളം വെക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാരും കൂടി നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വെറുപ്പിക്കാൻ നോക്കിയ. യഥാർത്ഥത്തിൽ ഇതൊന്നും സത്യമാണ് ഗൗരി. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് ഗൗരി നീ വാ, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി സമാധാനത്തോടെ ജീവിക്കാം. ഗൗരി നീ വാ. എന്താ ഗൗരി, എന്തിനാ നീ? അല്ല ഇയാളെങ്ങനെ ഇവിടെ? ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നില്ലേ? ഇയാളെങ്ങനെ പുറത്തൊന്നും ചെയ്യുന്ന? അവളെ കൈന്ന് വിട്ടെ. നിങ്ങൾ എന്താ കാണിക്കുന്നേ? നിങ്ങൾ അവളെ കൈന്ന് വിട്ടില്ലെങ്കിൽ ഞാനിപ്പോ ബഹളം ഉണ്ടാക്കും, നാട്ടുകാരെല്ലാം കൂടും. അതുകൊണ്ട് അവളെ കൈന്ന് വിടാനാ പറഞ്ഞത്. ഗൗരി നീ എന്റെ കൂടെ വാ ഗൗരി. ഞാൻ എല്ലാം പറഞ്ഞ് നിന്നെ മനസ്സിലാക്കാം. ഞാൻ സ്നേഹിക്കുന്ന പോലെ നിന്നെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല ഗൗരി. ഇവരെല്ലാം കാണിക്കുന്നത് എല്ലാം കള്ളത്തരോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിന്നെ ബഹളം ഉണ്ടാക്കുന്നേ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമല്ലല്ലോ. ഇവിടെ താമസിക്കുന്ന പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയപ്പോ ഞാനവിടെ കൊണ്ടുവന്നില്ലേ നിങ്ങൾക്ക് നല്ലത്? ഞാനിവിടെ കൊണ്ടുപോയേക്കാം. നിങ്ങൾ കണ്ണുമില്ല വരില്ല. എന്താ നീ പറഞ്ഞേ? കൊണ്ടുപോകാനോ? ഇവളിവിടെ കൊണ്ടുവന്നത് എന്റെ അനുജൻ രുദ്രനാ. അപ്പോ ഇവളിവിടെ നിന്ന് എപ്പോ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പോലെ അവനായിരിക്കും. പിന്നെ നീ പറഞ്ഞില്ലേ ഇവളിവിടെ നിന്ന് കൊണ്ടുപോയാ എനിക്കത് നല്ലതല്ല എന്ന്. ആരാ നിന്നോടത് പറഞ്ഞേ? ഇവളെന്റെ അനുജന്റെ ഭാര്യയാ. അപ്പൊ എന്റെ അനുജത്തെ പോലെ എന്റെ അനുജത്തെ ആരെങ്കിലും തൊടുന്നതോ അവളെ വേദനിപ്പിക്കുന്നതോ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊയ്ക്കോ. ഇനി ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ രുദ്രനെ വിളിക്കാം, അതല്ലേ നല്ലത്. അപ്പൊ നീ ഇതൊക്കെ പറഞ്ഞിട്ട് നീ എന്റെ ഒപ്പം വരില്ലല്ലേ ഗൗരി? നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ രുദ്രനെ വിളിക്കാൻ പോകണമെന്നല്ലേ? ശരി, നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു കൂട്ടുന്ന വിളിച്ചു കൂട്ടിക്കോ. കാരണം നിങ്ങളെ രണ്ടുപേരും മുന്നിക്കിടന്ന് ഞാൻ മരിക്കാൻ പോവാ. എന്നെ ഗൗരിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്നെ ജീവിച്ചിരിക്കുന്നേ. മരിക്കുന്നത് നല്ലത്. അതെ, മരിക്കുന്നത് നല്ലത്. സിദ്ധാർത്ഥ്, എന്താ ചെയ്യുന്നേ? ആ തോക്ക് താഴെ. അതെ സിദ്ധാർത്ഥ്, തോക്ക് താഴെ. ഇയാൾ ചെയ്ത തെറ്റിന് ഒരുപക്ഷെ മരണശിക്ഷ എനിക്കൊക്കെ കിട്ടേണ്ടത്. എന്നിരുന്നാലും അതിവിടെ വെച്ചല്ല, ഞങ്ങളുടെ മുന്നിൽ വെച്ചല്ല. അപ്പൊ എന്റെ ഗൗരി പറയുന്നത് ഞാൻ ചെയ്തതിനൊക്കെ മരിക്കുക തന്നെ വേണമെന്നല്ലേ? ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നിന്നോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് നീ തരുന്നത് മരണമാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ മരിക്കുകയാണെങ്കിൽ നീ എന്നോടൊപ്പം തന്നെ മരിക്കും. സിദ്ധാർത്ഥ്, ഭ്രാന്തൊക്കെ പറയുന്നേ. ഇയാള് പറയുന്ന പോലെ ഗൗരി ഇയാൾക്ക് ഇഷ്ടമാണെങ്കിൽ എങ്ങനെയാ ഇയാൾക്കവളെ വേദനിപ്പിക്കാൻ തോന്നുന്നേ? എങ്ങനെയാ അങ്ങനെ ചിന്തിക്കാൻ പോലും തോന്നുന്നത്? അത് ശ്രീദേവി ചേച്ചി പറഞ്ഞു ശരിയാ. ഗൗരി ഇഷ്ടമാണെങ്കിൽ എനിക്കവളെ വേദനിപ്പിക്കാൻ പറ്റില്ല. അത് എന്നെ തന്നെ വേദനിപ്പിക്കുന്ന തുല്യമല്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യാ? ഗൗരി അല്ലാതെ ഇവിടെ പിന്നെ ഉള്ളത് ശ്രീദേവി ചേച്ചിയാ. അപ്പോ ശ്രീദേവി ചേച്ചിയെ കൊന്നേക്കാം. അതല്ലേ അതിന്റെ രസം, അല്ലേ ഗൗരി? സിദ്ധാർത്ഥ്, ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? എനിക്ക് പേടിയാവുന്നു. ശ്രീദേവി ചേച്ചി വെറുതെ വിട്ടേക്ക്. ചേച്ചി എന്തിനാ ഇതിൽ വലിച്ചിടുന്നേ? സിദ്ധാർത്ഥ്, ദയവ് ചെയ്ത് ആ തോക്ക് താഴെ. ഇവിടെ നിന്ന് പോയി തരൂ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇയാൾ വന്ന കാര്യം ആരോടും പറയില്ല. പോലീസിനോടോ രുദ്രേട്ടനോടോ ആരോടും പറയില്ല. ദയവ് ചെയ്ത് ആ തോക്ക് താഴെയിട്. താഴെയിടാലോ.
എന്റെ ഗൗരിക്കറിയില്ലേ സിദ്ധാർത്ഥയുടെ എപ്പോഴും ഗൗരി പറയുന്ന കേൾക്കാറുള്ളെന്ന്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ഞാൻ പറയുന്നത് നീ കേൾക്കണം. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്, പോയാ മുൻവശത്തെ വാതില് ലോക്ക് ചെയ്തിട്ട് വന്നേ. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലോ കണ്ടാലോ ഞാൻ ഉദ്ദേശിച്ചൊന്നും നടക്കില്ല. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. അതുകൊണ്ട് പോയി വാതിലടിച്ചിട്ട് വന്നേ. ഗൗരി ഗൗരി ഇവൻ പറയുന്ന കണക്ക് നീ ഒന്നും ചെയ്യരുത്. നീ നീ പോയി രുദ്രനെ എന്റെ ഫോൺ എടുത്ത് വിളി. അതല്ലെങ്കിൽ പുറത്തേക്ക് ഓടിപ്പോയി ആരെങ്കിലും സഹായം നേട്. ഇവൻ ചുമ്മാ പറയാ, ഇവനെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇവൻ പറയുന്ന കേൾക്കാൻ നിൽക്കരുത് ഗൗരി. അത് കുറച്ചും കൂടി ആപത്തിലേക്ക് എത്തിക്കത്തേ ഉള്ളൂ. എന്താണ് ശ്രീദേവി ചേച്ചി മരണം മുഞ്ഞു വന്ന് നിൽക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഗൗരി, നിനക്കറിയാലോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കുമെന്ന്. അതുകൊണ്ട് ഇവര് പറയുന്ന കേൾക്കാതെ മോള് പോയി വാതിലടിച്ചിട്ട് വാ. അതോ ഞാൻ ഇവരെ അങ്ങ് മേലോട്ട് വീഴണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? വേണ്ട ശ്രീദേവി ചേച്ചി, ഒന്നും ചെയ്യണ്ട. സിദ്ധാർത്ഥട്ടൻ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്തോളാം. ഞാൻ വാതിലടിച്ചിട്ടരാം. കണ്ടില്ലേ ശ്രീദേവി ചേച്ചി, എന്ത് പാവം എന്റെ ഗൗരിന്ന്. നീ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചവഴെ അവള് പേടിച്ചു. അത് മാത്രല്ല, ഇത്രയൊക്കെ നടന്നിട്ടും ഇപ്പോഴും അവൾ എന്നെ സിദ്ധാർത്ഥയായിട്ടാണ് വിളിക്കുന്നേ. ഛേ, ഈ പെരുമാറ്റത്തില, ഈ വിളിയില ഞാൻ വീണുപോയത്. എന്ത് ചെയ്യാനാ, അത്രക്കിഷ്ടം എനിക്കവളെ. ഇതിന് സ്നേഹമെന്നല്ല പറയുന്നേ, മുഴുത്ത ഭ്രാന്തെന്ന. നിന്നെ ജയിലിലേക്കല്ല, മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് വിടേണ്ടത്. ഒരു പക്ഷെ ഈ തോക്ക് കാണിച്ച് നിനക്ക് എന്നെ അവളെ പേടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നീ ഓർത്തോ, രുദ്രൻ അവൻ ഇത് വല്ലതും അറിഞ്ഞോണ്ടല്ലോ നിന്റെ കഥ കഴിഞ്ഞു സിദ്ധാർത്ഥേ. ഞാൻ കേട്ടതുപോലെ അല്ലല്ലോ ശ്രീദേവി ചേച്ചിയാള്. ഞാൻ അറിഞ്ഞത് വിവാഹമോചനമൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നോണ്ട് ആള് വളരെ ശാന്തയാണെന്നാ. പക്ഷെ ഇപ്പോഴത്തെ സംസാര രീതിയെ കണ്ടപ്പോ ഒരു കാര്യം മനസ്സിലായി, ചേച്ചി രുദ്രന്റെ സഹോദരി തന്നെയെന്നാ. പിന്നെ ചേച്ചി പറഞ്ഞല്ലേ എന്തോ കഥ അവസാനിക്കുന്ന കാര്യം. അവസാനിക്കും, പക്ഷേ അത് ആരുടേതാണെന്ന് ചേച്ചിയുടെ അടുത്ത് ഇപ്പൊ ഞാൻ എന്തായാലും പറയുന്നില്ല. പിന്നെ രുദ്രൻ വരുന്നത്, അവൻ വരട്ടെ. പക്ഷെ വരുമ്പോ ഇവിടെ രണ്ട് കാര്യങ്ങളായിരിക്കും അവനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒന്നവന്റെ ചേച്ചി, അവൻ എന്നേക്കുമായി അവന്റെ ലൈഫിൽ നിന്ന് പോയി കളയാൻ. പിന്നെ ഇപ്പൊ അവൻ സ്നേഹിക്കുന്നവന്റെ ഗൗരി, അവളെ ഞാനും കൊണ്ടുപോകും. കൊണ്ടുപോയി ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. സന്തോഷത്തോടെയോ? സിദ്ധാർത്ഥേ, അവക്ക് നിന്നെ ഇഷ്ടമല്ല, വെറുപ്പാ നിന്നോട്. പിന്നെ ജീവിക്കുന്ന കാര്യം, അതിന് നീ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടല്ലേ. ഒരിക്കൽ ഒരുപാട് തെളിവുകളുമായിട്ട് നീ വന്നായിരുന്നു അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ. പക്ഷേ അതേപോലെ എൻ്റെ അനുജൻ രുദ്രൻ അവളെ തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ കൂടി അത് ആവർത്തിക്കില്ലെന്ന് എനിക്കുറപ്പാ. അതുകൊണ്ട് നീ ഇപ്പം ഇവിടുന്ന് പോയാ നിനക്ക് ജീവനോടൊപ്പം. അതല്ലെങ്കിൽ നേരത്തെ ഞാനങ്ങ് പോകുന്നു പറഞ്ഞില്ലേ, അത് നിനക്കായിരിക്കും സംഭവിക്കുക. നിങ്ങളെ ഞാൻ, എനിക്ക് ഇപ്പൊ തന്നെ നിങ്ങളെ കൊല്ലണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്തെടുക്കാണ്ട്. അതിനുശേഷം നിങ്ങൾ കണ്ടോ ഓരോ ജീവിക്കാൻ പോണെന്നും ചാവാൻ പോണേന്ന്. ആ, എന്റെ ഗൗരിക്കുട്ടി വന്നല്ലോ. എന്താ ബാലടിച്ചില്ലേ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ശ്രീദേവി ചേച്ചി വിട്ടോടെ. ദയവ് ചെയ്ത് തോക്കൊന്ന് താഴ്ത്തി പിടിക്കൂ. എന്തിനാ ഗൗരി നീ ഇങ്ങനെ കരയുന്നത്? ആ കണ്ണുടച്ചേ, തുടച്ചേ. നിങ്ങൾ കരയാണെങ്കിൽ ഇപ്പതാ ഈ തോക്ക് ഉപയോഗിച്ച് ഞാൻ ശ്രീദേവി ചേച്ചി അങ്ങ് വെടി വെക്കും കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ നിന്റെ കണ്ണീര് തുടച്ചിരും. അത് വേണോ നീ തന്നെ തുടയ്ക്കൂ? ഹാ, മേടിക്ക്. അങ്ങനെ തന്നെ. നീ കരയുന്നതാണ് എനിക്കിഷ്ടമല്ലെന്ന് നിനക്ക് പണ്ടേ അറിയാലോ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ? പിന്നെ ശ്രീദേവി ചേച്ചി വിടുന്നാല് ഇപ്പൊ തന്നെ ഇട്ടേക്കാം. പക്ഷെ അതിനു മുമ്പേ നീ പോയി ഒരു കയറോ അല്ലെങ്കിൽ കുറച്ച് ഷാളോ എന്തെങ്കിലും ആണെങ്കിൽ എടുത്തിട്ട് വാ ഗൗരി. നീയാ വെറുതെ സമയം വൈകിപ്പിക്കുന്നേ. നമുക്ക് പെട്ടെന്ന് പോകാനുള്ളതാ. അതുകൊണ്ട് പോയി ഞാൻ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നേ. പിന്നെ പോകുന്ന വഴിക്ക് രക്ഷപ്പെടാമെന്നോ ഒച്ചയുണ്ടാക്കി ആളെ കൂട്ടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ നീ ചെയ്യുന്ന ആ നിമിഷം തന്നെ ഇവിടുന്ന്
എന്നൊരു സൗണ്ട് കേട്ടിരിക്കുക. അത് വേണോ ഗൗരി? വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഞാൻ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. നോക്കിയ ശ്രീദേവി ചേച്ചി, ഇപ്പൊ തന്നെ എന്തൊക്കെ വഴിയുണ്ടെന്ന് അറിയാമോ അവൾക്കൊരു നിരീക്ഷണം. പക്ഷേ അവള് പ്രയോറിറ്റി കൊടുക്കുന്നവർക്കാ ചേച്ചിക്ക. അതുകൊണ്ടാ ഈ വീട്ടുദ്രങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും അതെന്റെ ലക്കുവാ. ചേച്ചി എന്തായാലും കൂടുതൽ നേരം ഇങ്ങനെ നിന്ന് ക്ഷണിക്കേണ്ടി വരില്ല കേട്ടോ. നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം. ആ, നീ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചതില്ല ഗൗരി. അപ്പൊ ശരി, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി കയറുപയോഗിച്ച് നീ ശ്രീദേവി ചേച്ചി ആ 2 കയ്യും കെട്ടി. എന്താ എന്താ പറഞ്ഞേ? കൈ കൈ കെട്ടാനോ? പക്ഷെ പക്ഷെ എന്തിന്? എന്തിനെന്ന് ചോദിച്ചാ, നമ്മളിവിടുന്ന് ഓടിപ്പോകുമ്പോ ശ്രീദേവി ചേച്ചി ബഹളമൊന്നും ഉണ്ടാക്കല്ലോ. പിന്നെ എന്തെങ്കിലും സാധനം എടുത്ത് ഇനി പിന്നെ ആക്രമിക്കാൻ വന്നാ അതും പാടില്ലല്ലോ. അതിനു വേണ്ടിയാ കയറ് കൈ കെട്ടാനും പിന്നെ ഈ തുണി അവരുടെ വായിലേക്ക് തിരികെ വെക്കാനും പറയാൻ പോകുന്നേ. പറയാൻ മാത്രല്ല, നീ ഇത് ചെയ്യും വേണം ഗൗരി. ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇയാൾ എന്താ പറഞ്ഞേ? ഇവിടുന്ന് പോവാന്നോ? എന്റെ രുദ്രനെ വിട്ടോ, ഈ വീട് വിട്ടോ, ഇവിടെയുള്ള വിട്ടോ, ഞാൻ ഞാൻ ഇങ്ങോട്ടല്ല. എന്താ ഗൗരി നീ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കാത്തെ? ശ്രീദേവി ചേച്ചിയുടെ ജീവൻ എന്റെ കയ്യിലാണെന്ന് അറിഞ്ഞിട്ട് പോലും നീ വരില്ല. അപ്പൊ പിന്നെ ഇനി ഞാൻ എന്താ ചെയ്യാ? ആ പിന്നെ ജയിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ മാത്രമല്ല കേട്ടോ ചാടി ഇങ്ങോട്ട് വന്നത്. മറ്റൊരാളും കൂടി എൻ്റെ കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അയാള് ഇങ്ങോട്ടല്ല വന്നത്, പോയത് നമ്മൾ തറവാട്ടിലേക്കാ, ജാനകി കാണാൻ. എന്താ ഗൗരി, ഞാനിൻ്റേത് ആരാണെന്ന് പേരെടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? എത്ര നേരം നീ കാറിരിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് വരുന്ന നേരത്ത് എത്രയും ടെൻഷനിലായിരുന്നു. ഇതിപ്പോ ഇവരുടെ വീട്ടിന്റെ മുന്നിൽ വന്നപ്പോഴാണല്ലോ ദൈവമേ എല്ലാം കൂടി തോലേക്കേറി പെരുക്കുന്നത്. എന്നാ കാണാതെ പോയാലോ? ഇത്രയും ദൂരം വന്നിട്ട് ജാനകിയെ കാണാതെ എങ്ങനെ പോവാ? അവിടെ കാണണം, ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചില്ലേ? ആരോടും ഒന്നും പറയാതെ ഇങ്ങോട്ട് വന്നതുപോലെ. എന്നിട്ടിതിപ്പോ ഇനി അവൾക്ക് എന്നോട് ദേഷ്യം കാണും. ഞാൻ ഗൗരിയോട് പെരുമാറിയതും ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നോടൊക്കെ വെറുപ്പ് വേണോ? പക്ഷെ എനിക്കവളെ ഇഷ്ടമല്ലേ? ഓ പ്രണവേ, നീ എന്താ ഇങ്ങനെ പോയത്? നിന്നെപ്പോലൊരാളെ അവൾ എങ്ങനെ സ്നേഹിക്കാനാ? പക്ഷെ അവളെ അല്ലാതെ മറ്റൊരാളെ എനിക്കെന്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലോ. ഇതിപ്പോ ഭ്രാന്തെടുക്കാം. ജീവിതത്തിൽ ഇതുവരെ തോന്നാത്തൊരു ഇഷ്ടം ഒരു പെണ്ണോട് തോന്നിയപ്പോ അത് തുറന്നു പറയാൻ പോലും പറ്റുന്നില്ലല്ലോ ദൈവമേ. എന്തിനാ നിങ്ങൾ എന്നിങ്ങനെ ദ്രോഹിക്കുന്നത്? ജാനകി അവളെ വെറുതെ വിട്ടേക്ക്. എന്നല്ലേ ഇയാൾക്ക് ആവശ്യം? ഞാനിവിടെ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഇയാൾ പറയുന്ന പോലെ ഇവിടെ ഇയാൾക്കൊപ്പം വരാം. ഇവരെയൊക്കെ വെറുതെ വിട്ടേക്ക്. എന്തിനാ അവരെ വേദനിപ്പിക്കുന്നേ? ഗൗരി, നീ എന്തൊക്കെയാ പറയുന്നത്? ഇയാൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ വിചാരിക്കുന്ന പോലെ ഒന്നും ജാനകിക്ക് സംഭവിച്ചു കാണില്ല. പിന്നെ ഇയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയാ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഗൗരി, നീ ഒരിക്കൽ പോയപ്പോ എന്റെ അനുജൻ തകർന്നത് ഞാൻ കണ്ടതാ. അന്ന് എനിക്ക് മനസ്സിലായി അവന് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഇനി ഒരിക്കൽ കൂടി നീ അവന്റെ ജീവിതത്തിൽ നിന്ന് പോയാ ഗൗരി, നിനക്കറിയില്ല, അവ ഒരു പക്ഷെ മരിച്ചു കളയും. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട ചേച്ചി എന്നോട് പറ. എന്താ എന്റെ സ്വാർത്ഥതയുടെ പുറത്ത് ചേച്ചിയെ ജാനകിയെല്ലാം ഞാൻ മറക്കണോ? ഇല്ല ചേച്ചി, അതിനെന്നെ കൊണ്ട് പറ്റില്ല. ഒരുപക്ഷെ എനിക്കെന്നെ രുദ്രേട്ടനെ നഷ്ടപ്പെടുമായിരിക്കും. എന്നിരുന്നാലും
എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റില്ല. എന്റെ ജാനകി അവൾ ഒരുപാട് അനുഭവിച്ചതാ. ഇനിയും എനിക്ക് വേണ്ടി ഇല്ല ചേച്ചി, എന്നെ കൊണ്ട് കഴിയില്ല. അതുപോലെ തന്നെ രുദ്രേട്ടൻ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ രുദ്രേട്ടൻ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല ചേച്ചി. ഇത് ഇത് എന്റെ മുന്നിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ചേച്ചി വിചാരിക്കുന്ന പോലെ ഇയാൾ ചുമ്മാ തമാശ പുറത്ത് പറയുന്നല്ലെന്ന്. ഇയാൾ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും, കൊല്ലുമെന്ന് പറഞ്ഞ കൊന്നിരിക്കും. അതിന് ഏറ്റവും വലിയ തെളിവ് എന്റെ ജീവിതം, എന്റെ അച്ഛൻ. എന്താടാ, അവര് ജയിലിലേക്ക് കൊണ്ടുപോയോ? അത് പറയാനാണോ നിന്നെ വിളിച്ചേ? രുദ്ര, അത് പിന്നെ ഞാൻ പറയുന്നിട്ട് നീ പാനിക് ആവരുത്. പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സിദ്ധാർത്ഥിനെയും അവൻ്റെ അച്ഛനെയും ചേട്ടനെയും കൂടി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവൻ്റെ ചേട്ടനും അവനും ഞങ്ങൾ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞേ? രക്ഷപ്പെട്ടു എന്നോ? നീയല്ലേ എന്നോട് പറഞ്ഞത് അവൻ ചെയ്തതിനെല്ലാം നിയമപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാന്ന്? എന്താ, അവനെ രക്ഷപ്പെടുത്താനായിരുന്നോ കഷ്ടപ്പെട്ട് നിന്റെ കയ്യിലേക്ക് അവനെ ഏൽപ്പിച്ചത്? രുദ്ര, സമ്മതിച്ചു, തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാ. പക്ഷെ ഇപ്പൊ കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. അവനെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. അവനും അവന്റെ ചേട്ടനും കൂടി എന്തായാലും രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കൈലാസത്തിലേക്ക് വരാൻ അധികം ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ഞാനും കുറച്ച് ഫോഴ്സും കൈലാസത്തിലേക്ക് വരിക. ബാക്കി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ അവരുടെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ ജാനകി അവന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ അങ്ങോട്ട് മറ്റൊരു ഗ്രൂപ്പിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പോലീസിന്റെ തോക്ക് അവന്റെ കയ്യിലുള്ളത്. അതുകൊണ്ടാ എനിക്കൊരു ടെൻഷൻ. നീ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൈലാസത്തിലേക്ക് വാ. നീ ഇപ്പൊ തന്നെ ഇറങ്ങ. പക്ഷെ ഞാനവിടെ എത്തുന്നതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ ഒരിക്കൽ അവനെ എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണമെന്ന് ഞാൻ കരുതിയതാ. അന്ന് നിങ്ങളെല്ലാരും കൂടിയാ. പക്ഷേ ഇനി രുദ്രം മടിക്കില്ല. അമ്മായി, ഞാൻ നോക്കിക്കോളാം. ഈ സമയത്ത് എന്നാൽ ആരെ ഇയാളിവിടെ എന്താ ചെയ്ത? അമ്മായി! ഷോ, എന്റെ ജാനി, നീ എന്തിനെങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? ജാനി മോളെ, എന്താ പറ്റിയേ? രാഹുൽ, നീ എങ്ങനെ ഇവിടെ? പിന്നെ ഇവിടെ വരാതെ ഞാൻ എങ്ങോട്ട് പോകാനാ അമ്മേ? ഇനി അമ്മ ഉദ്ദേശിച്ചത് ജയിലിലേക്കാണെങ്കിൽ സ്വന്തം മക്കളും ഭർത്താവും ജയിലിൽ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങള്. പക്ഷേ എന്ത് ചെയ്യാനമ്മേ, അമ്മയുടെ മൂത്ത ബോധ ഇപ്പൊ ഇവിടെയും, പിന്നെ അമ്മയുടെ രണ്ടാമത്തെ മോൻ അങ്ങ് കൈലാസത്തില് നമ്മളെ ഗൗരിയുടെ അടുത്തും ഉള്ളത്. എന്താ പറഞ്ഞേ? ഗൗരിയുടെ അടുത്തോ? രാഹുലെ, നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോ. ഞാൻ ബഹളം ഉണ്ടാക്കി ആൾക്കാരെല്ലാം കൂട്ടും. അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം. എന്റെ ഫോണോടെ. ജാനി, നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? പോയി ഫോൺ എടുത്തിട്ട് വന്നേ. പോലീസിനെ വിളിച്ചെടുത്തുകയോ ആൾക്കാരെ വിളിച്ചെടുത്തുകയോ അതൊക്കെ അമ്മയുടെ ഇഷ്ടം. പക്ഷെ ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിയട്ടെ. എന്തൊക്കെയാലും എനിക്കറിയാം. എത്ര കോടിയാലും അവസാനം പോലീസിനെ പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഓടി തളർന്ന് ഇവിടം വരെ വന്നിട്ട് വെറുതെ പോകാന്ന് വെച്ചാ അത് ശരിയല്ലല്ലോ ജാനി. പ്രത്യേകിച്ച് നീ ഞാൻ തമ്മി കുറച്ച് കണക്കുകൾ ബാക്കിയുള്ളപ്പോ ജയിൽ മുറി കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ല ഓർമ്മകൾ എനിക്ക് വേണ്ടേ? നീ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ രാഹുലെ, ഞാൻ ജീവനോടിരിക്കുന്ന കാലത്തോളം നിനക്ക് ജാനി തൊടാൻ ഞാൻ അയ്യോ അമ്മായി, കണ്ണുറക്ക് അമ്മായി. ഒരു പക്ഷേ നിങ്ങൾക്ക് അടി മുന്നേ തന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ജീവനോടിരിക്കുന്ന കാലം ഇവിടെ എനിക്ക് തൊടാൻ പോലും പറ്റില്ലെന്ന്. ദാ നോക്കിയമ്മേ, ഈ ഒരു ഫ്ലവർ വേസ്റ്റിൽ വെച്ച് ഒരടി നിങ്ങൾക്ക് തന്നപ്പോ നിങ്ങളിതാ തീർന്നു. ഇത്രക്കേ ഉള്ളൂ നിങ്ങള്. എന്തായാലും നിങ്ങൾ ചത്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നിങ്ങളെ കൺമുമ്പ് വെച്ച് ഇപ്പൊ ഇവിടെ ഞാൻ കൊണ്ടുപോകുമ്പോ എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ കരച്ചിലും നിലവിളിയും ഒക്കെ കേൾക്കാം. അതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശ്രീദേവി, എന്റെ ഗൗരിക്ക് എന്നെ നന്നായിട്ട് അറിയാമെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ഗൗരി കേൾക്കും. എന്തായാലും അവൾ എന്റെ കൂടെ വരാൻ സമ്മതിച്ചല്ലോ, അത് മതി. പക്ഷേ നീ എന്റെ കൂടെ വരുമ്പോ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അഥവാ രുദ്രം കെട്ടിയത് അത് ശരിയല്ല. അതും കൂടി നമുക്കിവിടെ ഊരി വെച്ചിട്ട് വരാം. അപ്പൊ രുദ്രന് മനസ്സിലാവും
അവനെ നീ എന്നേക്കുമായിട്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിന്ന്. അത് ശരിയാ. അതെന്തുകൊണ്ട് നല്ലതാ. ഗോയി, ആ മാലങ്ങൂര്. ഇല്ല ഇല്ല, ഞാൻ 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 എന്റെ താലിമല ഇല്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കൂടെ വരാന്ന് പറഞ്ഞില്ലേ, പക്ഷെ പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ രുദ്രേട്ടൻ ഇല്ല, ഞാൻ ഞാനത് ഊരില്ല. ഈ ഗൗരി, നീ എന്തിനാണ് കരയുന്നത്? ഇത് ഇത് വെറൊരു താലിമാലല്ലേ? അല്ലെങ്കിൽ തന്നെ ഇതല്ല നിന്റെ കഴുത്തിൽ കിടക്കേണ്ടത്. ഞാൻ കെട്ടുന്ന താലി നിന്റെ കഴുത്തിൽ കിടക്കേണ്ടേ. ഇത് ഇത് പോയാൽ തന്നെ ഞാനൊന്നെ കേട്ടില്ലേ നിന്റെ കഴുത്തില്. ഈ സിദ്ധാർത്ഥ്, അതെ, ഞാൻ കിട്ടുന്ന താലി നിന്റെ കഴുത്തിൽ കിടക്കേണ്ടേ. അതുകൊണ്ട് നീ ഇത് ഊരിക്കള. ഇനി നിനക്ക് ഊരിക്കള എത്ര വിഷമമുണ്ടെങ്കിൽ ഞാനങ്ങ് വലിച്ചു പൊട്ടിക്കാം. അതിലെ കുറച്ചും കൂടി നല്ലത്. ഇല്ല, അതിനെ സമ്മതിക്കില്ല. ഇയാളിനി എന്തൊക്കെ പറഞ്ഞാലും ഈ താലിന്റെ കഴുത്തുന്നൂടെ ഞാൻ ഇയാളെ സമ്മതിക്കില്ല. ഇനി അങ്ങനെ ഇതാരായി സമയത്ത് രുദ്രയുടെ ആയിരിക്കും. ഈ സമയത്ത് താര ആശുപത്രികളാണോ? അങ്ങനെ അവനാണെങ്കിൽ ഞാൻ തീരുമാനിച്ചാലും കൊന്നും നടക്കില്ല. എന്റെ കാര്യം ഇല്ല, അത് അനുവദിക്കാൻ പാടില്ല. അവനെ കൊന്നെങ്കിലും ഞാൻ ഇവിടുന്ന് ഗൗരിയെ കൊണ്ടുപോകും. ഹലോ ഹലോ ഗൗരി, ഞാനാ കാർത്തിക്. ഗൗരി, വാതിൽ തുറന്നേ. ഗൗരി. കാർത്തിക് എന്താ ഇവിടെ ചെയ്യുന്നേ? എന്നോട് പോകുന്നാണല്ലോ പറഞ്ഞത്. ഇനി ഈ പോകുന്നവരും പറയാൻ വല്ലതാണോ? ഈ സമയത്ത് കാർത്തിക് കൂടി ഇവിടെ വന്ന വേണ്ട വേണ്ട. ഈ ശ്രീദേവിക്ക് എന്താ പറ്റേ? ഇവര് മുമ്പത്തെക്കാളിൽ നിന്ന് വിയർക്കുന്നുണ്ടല്ലോ. ഇനി പുറത്തുനിന്ന് ഇരിക്കുന്ന കാർത്തിക് വരുന്ന വല്ല ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല സമയത്താവും വന്നേറിയത്. ഗൗരി, ഒരു കാര്യം ചെയ്. നീ പോയി വാതിൽ തുറന്നിട്ട് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി വിടാൻ നോക്ക്. ഇനി ഒരു പക്ഷെ അയാൾ പോയില്ലെങ്കിൽ അകത്തേക്ക് ക്ഷണിക്ക്. അകത്തേക്ക് ക്ഷണിക്കാനോ? എന്തിനാ അകത്തേക്ക് ക്ഷണിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. കാർത്തിക് കുറച്ചുനേരം നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും കാർത്തിക് പൊക്കോ. വീട്ടിൽ ആരും ഇല്ലെന്ന് കരുത്. അല്ലാതെ അകത്തേക്ക് വിളിക്കാനോ വാതിൽ തുറക്കാനൊന്നും പോടെ ഗൗരി. അയാൾ സംസാരിക്കുന്ന ഒരു കാര്യം സത്യ. നിങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അയാൾ വന്നിരിക്കുന്നത്. അപ്പൊ വാതിൽ തുറന്നില്ലെങ്കിൽ അത് സംശയവും. പിന്നെ അല്ലെങ്കിൽ തന്നെ അയാൾ അകത്തേക്ക് വന്നാൽ അത് നിങ്ങൾക്കല്ലേ ഉപയോഗം. വേണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരെയും അയാൾക്ക് രക്ഷിച്ചൂടെ ശ്രീദേവി ചേച്ചി? അങ്ങനെയുള്ളപ്പോ എന്തിനാ അവസരം ഇല്ലാതാക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കാം. അയാൾ വന്ന മുതലേ ശ്രീദേവി ചേച്ചി നന്നായിട്ട് വിയർക്കുന്നുണ്ട്. എന്താ ആ പുറത്തു നിൽക്കുന്ന ആള് അകത്തേക്ക് വരുന്നതിലും ഞാൻ ഇനി അയാളെ വല്ലതും ചെയ്യൂന്ന് പേടിച്ചും ശ്രീദേവി ചേച്ചിക്ക് എന്താ ഭയമുണ്ടോ? ഞാനെന്തിനാ ഭയപ്പെടുന്നേ? ഞാനല്ല ഭയപ്പെടേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ നീയാ ഭയപ്പെടേണ്ടത്. അത് നീ ഓർത്തു. എങ്കിൽ ആ ഓർമ്മ ഉള്ളത് കൊണ്ടും പിന്നെ ചേച്ചി പറഞ്ഞ ആ പേടി ഒട്ടും ഇല്ലാത്തത് കൊണ്ടും ഗൗരി, നീ പോയി വാതിലുറക്ക. അയാളെ പറഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്. അതല്ല എങ്കിൽ അയാളെ അകത്തേക്ക് കൊണ്ടുവാ. എനിക്കിവിടെ രസകരമായ മറ്റൊരു കളി കൂടി കാണണമെന്ന് ഇപ്പൊ തോന്നുന്നു. പ്രത്യേകിച്ച് സ്വന്തം കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടായിട്ട് പോലും അതറിയാതെ നിൽക്കുന്ന ആൾക്ക് അതൊന്ന് അറിയിച്ചു കൊടുക്കുന്ന രീതിയിൽ പല കാഴ്ചകളും നമുക്ക് ഒരുക്കാം. ഗൗരി, നീ എന്താ അവിടെ നിൽക്കുന്നേ? പോയി വിളിച്ചിട്ട് വന്നേ. ശ്രീദേവി ചേച്ചി കാത്തു നിൽക്കുക ആ പുറത്ത് നിൽക്കുന്ന കാർത്തിക്കിനെ കാണാൻ വേണ്ടി. അല്ലേ ചേച്ചി? എന്തിനാ ദൈവമേ എന്നിങ്ങനെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത്? എന്തിനാ? ഞാൻ കാരണമല്ല കാർത്തികിന് വല്ല സംഭവിച്ച എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഞാൻ ആ വ്യക്തി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അത് എന്നെക്കൊണ്ട് കഴിയില്ല. ഇഷ്ടമുണ്ടായിട്ട് പോലും എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞേ? ഇഷ്ടമാണെന്നോ? എനിക്ക് കാർത്തികിനെ ഇഷ്ടമാണെന്നോ? അല്ല, എന്താ ഗൗരി ഇത്രയും ലേറ്റ് ആയത് വാതിൽ ഓർക്കാൻ? എവിടെ ഇയാളെ ഏട്ടത്തിയമ്മ ശ്രീദേവി? യഥാർത്ഥത്തിൽ ഞാൻ ഇടക്കണമെന്ന്. അല്ല, എന്താ ഗൗരി പറ്റിയേ? നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറ്റിയേ? എന്തു പറ്റ? ഒന്നും പറ്റില്ല. പിന്നെ കണ്ണ് കരഞ്ഞിരിക്കുന്നത് ഞാൻ അടുക്കളയിലായിരുന്നു, അതായിരിക്കും. ആ കാർത്തികേട്ടൻ വന്നത് ശ്രീദേവി ചേച്ചി കാണാനാണെങ്കിൽ ഇപ്പൊ പറ്റില്ല കേട്ടോ.
ശ്രീദേവി ചേച്ചി ചേച്ചി കുളിക്ക. ആ കുളിക്ക. അപ്പോ അപ്പോ അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. ഞാൻ ഞാൻ പറഞ്ഞേക്കാം ചേച്ചിയുടെ അടുത്ത്. അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് പെട്ടെന്ന് കാർത്തികേട്ടൻ പൊയ്ക്കോ. ഇതെന്താടോ കാണുന്നവരെല്ലാവരും എൻ്റെ അടുത്ത് പെട്ടെന്ന് പോകാൻ പറയുന്നത്? എന്താ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലേ? ഗൗരി, നീ മറന്നു വരുത്, നമ്മൾ തമ്മി ദൈവത്തിന് മുന്നിൽ വെച്ച പരസ്പരം സഹായിക്കാന്നൊരു പ്രോമിസ് ചെയ്തത്. ഇതിപ്പോ ഇയാളെ കാര്യമെല്ലാം സക്സസ് ആയപ്പോ എന്റെ കാര്യം ഇയാളങ്ങ് മറന്നോ? ഹേ, ഞാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ശ്രീദേവി ചേച്ചി കുളിക്കുന്നോണ്ട് ചിലപ്പോൾ ലേറ്റ് ആകും. ഇനി എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, അയാളെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാന്ന് വാക്ക് കൊടുത്തപ്പോ ഈ 30 മിനിറ്റ് 45 മിനിറ്റ് കുറച്ച് കാത്തിരുന്നോ എന്താ കുഴപ്പം? അതിലൊന്നും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ അയാളെ കണ്ടിട്ട് പോകാനാ ഞാൻ വന്നത്. ഇന്നലെ അയാൾ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു ഗൗരി. എനിക്ക് പനിയാണെന്ന് അറിഞ്ഞാ വന്നത്. ആള് എന്നെ ലിസൺ കണ്ടപ്പോ തെറ്റുവരിച്ചു. ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞു. പാവം, ചിലപ്പോ മനസ്സിലൊന്നും കാണില്ലായിരിക്കും. പക്ഷെ എന്തോ അത് കേട്ടപ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും എന്തെന്നറിയില്ല വായി വന്ന് എല്ലാം പറഞ്ഞു. പിന്നെ ഓർത്ത് ശ്രീദേവി എന്നെ കാണാൻ വന്നല്ലോ, അതിന് വലിയ കാര്യമല്ലേ? അതെ, അത് തന്നെ വലിയ കാര്യ. അത് ഓർത്ത് സന്തോഷിക്കാതെ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യാനാ? അതിന് സോറി പറയണം. പിന്നെ ഇന്നലെ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ മറന്നുപോയി ഇനി ശല്യപ്പെടുത്താൻ വരത്തൊന്നുമില്ലെന്ന്. അതൊന്ന് തിരുത്തണം. കാരണം അയാളോടുള്ള സ്നേഹം അതെന്തൊക്കെയായും പോയില്ലെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെയുള്ളപ്പോ ശല്യപ്പെടുത്താന്ന് വെച്ചാ വേറെ രീതിയിലൊന്നുമല്ല, ദൂരെ നിന്നെങ്കിലും അയാളെ എനിക്ക് കാണണം. പിന്നെ എങ്ങനെ പുറത്തിട്ടേക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫ്യൂച്ചറിൽ ചിലപ്പോ ഞാൻ ഇവിടുത്തെ മരുമോനായിരിക്കും. അപ്പോ ബന്ധം വെച്ച് വരുമ്പോ എനിക്ക് ആ സീനാട്ടി അണ്ട് മാറുന്നേ. അത് അത് കാർത്തികേട്ടാ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ചേച്ചിയുടെ അടുത്ത് തരാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ചിലപ്പോ ചേട്ടനെ കാണുമ്പോ ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെടുത്തില്ല, ചേട്ടൻ അറിയാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞോളതല്ല. ചേട്ടനൊന്ന് പോയേ. ഞാൻ പറയാനുള്ള കാര്യം നീ പറഞ്ഞ അതൊരിക്കലും ശരിയാവില്ല. ഞാൻ അവളെ കണ്ണി നോക്കി എന്റെ മനസ്സിലുള്ള കാര്യങ്ങള് അത് തുറന്നു പറയുന്നത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. രുദ്രനോട് ചോദിച്ചു നോക്ക്, അപ്പൊ ആ ഫീൽ എന്താണെന്ന്. പിന്നെ ആൾക്ക് എന്നെ കണ്ട അത്ര വിരോധമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നോട് ആൾക്കൊരു ചെറിയ ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പിന്നെ പാവം, ആളെ സാഹചര്യം കൊണ്ടാ എല്ലാം മറച്ചു വെക്കുന്നേ. നീ നോക്കോ ഗൗരി, ഒരിക്കലും ഞാൻ പറയിപ്പിക്കും ശ്രീദേവി കൊണ്ട് എന്നെ ആൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. അതെ, അങ്ങനെ ഒരു ദിവസം വരും. പിന്നെ നീ പേടിക്കുന്നത് ഞാൻ ഇവിടെ വന്ന കാര്യം വല്ല രുദ്രൻ അറിഞ്ഞാ നിന്നെ വഴക്കുറയുന്നോ മറ്റോ ആണെങ്കിൽ നീ പേടിക്കണ്ട. ഞാൻ രാവിലെ രുദ്രൻ ജോലിക്ക് വന്ന സമയത്ത് ശ്രീദേവിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചത് സമ്മതിക്കില്ലെന്ന്. പക്ഷെ അലീച്ചാരി പറഞ്ഞു പോയി സംസാരിച്ചോളാം. അപ്പൊ എനിക്ക് മനസ്സിലായി അലീച്ചാറിന്റെ ഭാഗത്തുനിന്ന് ഗ്രീൻ ഫ്ലാഗ് കാണിക്കുന്നേന്ന്. അതുകൊണ്ട് നീ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. ശ്രീദേവി വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യാനാ? ശ്രീദേവി ചേച്ചി കാണാൻ എന്തായാലും കാർത്തികേട്ടൻ പോലെന്ന് ഉറപ്പായി. പക്ഷെ കാർത്തികേട്ടൻ ഇവിടെ ഉള്ളത് അത് അത് നല്ലതല്ല. അത് ഇപ്പൊ കാർത്തികേട്ടൻ പറഞ്ഞ എല്ലാം സിദ്ധാർത്ഥ കേട്ടിട്ടുണ്ട്. അത് അയാൾക്ക് കുറച്ചും കൂടി എളുപ്പമൊക്കെയുള്ളൂ കാര്യങ്ങള്. ഒരുപക്ഷെ കാർത്തികേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞ കാർത്തികേട്ടൻ നമ്മളെ സഹായിച്ചാലോ? സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയല്ലോ. ഇല്ല, അങ്ങനെ ചെയ്യണമെങ്കിൽ നീ ഒരു കാര്യം ഓർക്കണം ഗൗരി. ഇപ്പോഴും ശ്രീദേവി ചേച്ചി സിദ്ധാർത്ഥന്റെ അടുത്ത് ഞാൻ എപ്പോഴാണോ കാർത്തികേട്ടനോടെല്ലാം തുറന്നു പറയുന്നത് അപ്പൊ തന്നെ അയാൾ ശ്രീദേവി ചേച്ചി. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യാ? എത്ര നേരം കൊണ്ട് ശ്രീദേവി ചേച്ചി വിളിക്കുക, ചേച്ചി ഫോൺ എടുക്കാത്ത ഈ സമയത്ത് ആരാ ചേച്ചി വിളിക്കുന്നത്? ചേച്ചി ഇപ്പോഴും ബിസി ആണല്ലോ ലൈൻ. ഞാൻ എന്ത് ചെയ്യാ? ഇനി സിദ്ധാർത്ഥല്ലോ? അതിന് ചാൻസ് ഇല്ല. ഇല്ല, അവൻ കൂട്ടി വരില്ല, ഒരിക്കലും വരില്ല. ചിലപ്പോ പോലീസ് അവനെ പിടിച്ചാണ്. അതെ, പിടിച്ചാണ്. എന്തായാലും കുറച്ചും കൂടി അല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ എടുത്തു. ഗൗരിക്കോ ചേച്ചിക്കോ ഒന്നും സംഭവിക്കില്ല. ഇല്ല, അവർക്കൊന്നും സംഭവിക്കില്ല. എന്ത്
കഷ്ടം ഇത്. എത്ര നേരമാണ് ഞാൻ ശ്രീദേവി ചേച്ചി വിളിക്കുന്നത്, അപ്പോഴേക്കും ലൈൻ ബിസി. എങ്ങനെയെങ്കിലും ഗൗരിയുടെ അടുത്ത് കരഞ്ഞു പിടിച്ചെങ്കിലും ജാനകിയെ കാണാൻ ഒരു അനുവാദം ചോദിക്കാന്ന് വെച്ചപ്പോ അതും നടക്കില്ലാത്ത അവസ്ഥയാണല്ലോ. ഇതിപ്പോ അനുവാദവും കിട്ടില്ല, ജാനകി കാണത്തുമില്ല. ഇനിയും പോയാ ഒരുപാട് ലേറ്റ് ആകത്തുള്ളു. എന്തായാലും വരുന്നത് പോലെ ജാനകി കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന്. എന്താ അവര് വാതിലൊക്കെ തുറന്നു നടക്കുന്നത്? ഹലോ, ഇവിടെ ഇവിടെ ആരെങ്കിലും? അമ്മായി, അമ്മായി എന്താ പറ്റി? ഷോ, തലമുറിഞ്ഞ് ചോര വരുന്നുണ്ടല്ലോ. അമ്മായി, അമ്മായി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അല്ല, ജാനകി, ജാനകി ഇവിടെ? അമ്മായി, അമ്മായി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അമ്മായി പ്രണവ, അമ്മായി എന്താ പറ്റി? ജാനകി എവിടെ? പ്രണവേ, ജാനകി, രാഹുൽ, രാഹുൽ, രക്ഷിക്ക്, അവളെ രക്ഷിക്ക് പ്രണവേ. ആളെ സംസാരം കേട്ടിട്ട് ശ്രീദേവി ചേച്ചി വലിയ ഇഷ്ടമാണെന്നാ തോന്നുന്നല്ലോ. ചേച്ചിക്കും ചെറുതായിട്ട് ഇഷ്ടമുണ്ടെന്നാ കാർത്തിക് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ചേച്ചിക്ക് അയാളെ ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ അയാളെ ഞാൻ വല്ലതും ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ച് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇപ്പൊ നിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്കിഷ്ടപ്പെട്ട ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളെ ധൈര്യവും കരുത്തും എല്ലാം അവിടെ കൊണ്ട് തീർന്നു. ചിലപ്പോ നമുക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റില്ലായിരിക്കും. കാല് തറയിലാണ് ചവിട്ടുന്നതെന്ന് പോലും അറിയില്ല. കൈയൊക്കെ നന്നായിട്ട് വരച്ചു തുടങ്ങും. അയാളൊന്ന് പിടിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പേടിച്ചു. ആ അവസ്ഥയിലൂടെ തന്നെയാ ഇപ്പൊ ശ്രീദേവി ചേച്ചിയും ഞാനും കടന്നു പോകുന്നത്. പിന്നെ എനിക്കുള്ള വ്യത്യാസം, ആരെ കൊന്നാലും ഞാൻ ഗൗരി നേടും. അതെ, കൊല്ലേണ്ടി വന്ന കൊല്ലുക തന്നെ ചെയ്യും. ചേച്ചി കണ്ടറിയാം ചേച്ചിക്ക് ആ കാർത്തിക്കിന് ഇഷ്ടമാണെന്ന്. പിന്നെന്താ, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ച? ഓ, കാർത്തികിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ അത് രണ്ടാം ഘട്ടാവൂല്ലേ? സൊസൈറ്റി പ്രോബ്ലം. അല്ലെങ്കിൽ ഈ ആൾക്കാരിങ്ങനെ സ്വന്തം കാര്യത്തെക്കാളും മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നത്. എന്തായാലും എനിക്ക് സ്നേഹിക്കുന്നവരെ പിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇവിടെ നിങ്ങൾ ജീവിച്ചിരുന്നാലും നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചേച്ചി വിഷമിക്കണ്ട. ഞാൻ കാർത്തികിനെയും കൂടി ചേച്ചിയുടെ കൂടെ അങ്ങ് പരലോകത്തോട്ടേക്കാം. രണ്ടുപേർക്കും അവിടെ സുഖമായിട്ട് ജീവിക്കാലോ. എന്തിനാ അയാളെ പാവത്തിന് കാർത്തികിനെ ഒന്നും ചെയ്യരുത്. ദേവി ഇതൊന്നും ചെയ്യരുത്. ഞാൻ എന്ത് പറഞ്ഞ കാർത്തികേട്ടനെ മനസ്സിലാക്ക? കാർത്തികേട്ട കണ്ടില്ലേ, ശ്രീദേവി ചേച്ചി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് കാർത്തികേട്ടൻ പോയിട്ട് ഞാൻ പേടിച്ചു ഒരു നിമിഷം. അങ്ങനെയൊക്കെ കേട്ടപ്പോ ഗൗരി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ശ്രീദേവി ചേച്ചി ഇത്ര നേരം കൊണ്ട് വിളിക്കുക. അല്ല, ചേച്ചിയുടെ ശ്രീദേവി ചേച്ചിയുടെ? അല്ല രുദ്ര, നീ ഇങ്ങനെ ഇത്രയും പാനിക് ആവുന്നേ? ശ്രീദേവി അകത്ത്. ശ്രീദേവി ചേച്ചി എവിടെയാണുള്ളതെന്ന ചോദ്യത്തിന് ഗൗരി അല്ല രുദ്ര ആൻസർ പറയേണ്ടതും. അത് ഞാനാ. ദാ ഇവിടെ നിപ്പോണ്ട് നിന്റെ ശ്രീദേവി ചേച്ചി. ശ്രീദേവി? രുദ്ര ധാര ഇയാളെന്തിനാ ശ്രീദേവി? ശ്രീദേവി ഒന്നും ചെയ്യരുത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്ലീസ് ശ്രീദേവി വെറുതെ വിട്ടേക്ക്. അടുത്തേക്ക് വരുത്. അടുത്തേക്ക് ഇയാൾ വന്ന അപ്പൊ തന്നെ ഞാൻ തീർത്തോളയും. എന്തായാലും ശ്രീദേവി ചേച്ചി കൊല്ലണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ വെറുതെ വേണമെന്നുണ്ടെങ്കിൽ ഗൗരി എന്നെ ഏൽപ്പിക്കാൻ രുദ്രനോട് പറ. രുദ്ര എപ്പോ ഗൗരി എനിക്ക് തരുന്നു അപ്പൊ ശ്രീദേവി ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നേക്കാം. എന്താ രുദ്ര ഒന്നും മിണ്ടായിരിക്കുന്നേ? സ്വന്തം ചേച്ചി തോക്കിന്റെ മുന്നിൽ നിന്നിട്ടും ഗൗരി സംരക്ഷിക്കാൻ തന്നെയാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? സിദ്ധാർത്ഥ്, നിനക്കെന്നെ അറിയില്ല. നിന്റെ ചേച്ചി വിടാൻ ചെയ്തോണ്ടല്ലോ. മര്യാദക്ക് എന്റെ ചേച്ചി വിടാനാ പറയുന്നേ. വിടാന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? ഗൗരി എനിക്ക് വിട്ടുതോ. അപ്പോ നമുക്കിതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കാം. എല്ലാം അതല്ല നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ അറിയില്ലെന്ന്. അതുപോലെ നിനക്കും എന്നെ അറിയില്ല. ഞാൻ വെറുതെ ഈ തോക്കും കൊണ്ട് നിൽക്കുകയാണെന്നാണ് നീ വിചാരിക്കുന്നെങ്കിൽ കേട്ടില്ലേ? ഇതുപോലെ വേണം നിന്റെ ചേച്ചിയുടെ തലയിലേക്ക് ഞാൻ ഷൂട്ട് ചെയ്യുക. അത് നിന്റെ കൺമുമ്പിൽ വെച്ച്. അതൊരു പക്ഷെ നിനക്ക് ഒരിക്കലും നിന്നോട് തന്നെ പുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൗരി എനിക്ക് തരാനാ പറഞ്ഞത്.
പ്ലീസ് ശ്രീദേവി, ശ്രീദേവി ദേവി ഇതൊന്നും ചെയ്യരുത്. ഇയാള് ഇയാള് പറഞ്ഞു വരുന്നത് ഇവിടെ നടക്കുന്നതോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും നമുക്ക് നമുക്ക് സംസാരിച്ച് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദേവി ഇത് അവളെ ഒന്നും ചെയ്യരുത്. അവളെ അവളെ വിട്ടേക്ക്. എന്താ പരിഹരിക്കേണ്ടെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതിന് ഉത്തരം നൽകേണ്ടതും രുദ്രന. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും രുദ്ര ഒന്നും പറയുന്നില്ല. അതിന്റെ അർത്ഥം അവന്റെ ചേച്ചിയെ അവന് വേണ്ടെന്നല്ലേ. എനിക്കെന്റെ കുടുംബം വലുത് എന്തിനേക്കാളും. അതുകൊണ്ട് നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കുക. അവിടെ അടങ്ങി കിടക്കടി. എന്തൊക്കെ അഹങ്കാരവും ധൈര്യവും നിനക്ക്. ആ ഗൗരിയും രുദ്രനെയും പിന്നെ ആ പ്രണവിനെയും കണ്ടപ്പോ ഇപ്പൊ മനസ്സിലായോ? നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങളൊരു മനുഷ്യൻ തന്നെയാണോ? സ്വന്തം അമ്മ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നും? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ? ശരിയാ, ഞാൻ മനുഷ്യനല്ല. വേണമെങ്കിൽ മൃഗമാണെന്ന് വിചാരിക്ക. ആ മൃഗം ഇപ്പൊ നിന്നെ കടിച്ചു കയറാൻ പോവാ. ആരും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. എത്ര ധൈര്യം ഉണ്ടായിട്ടാ, എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ ജോയ്. അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാ അവിടെ തൊട്ടു വരുതെന്ന്. വീണ്ടും നിന്നെ ഞാൻ എങ്ങനെയാ നീ കരയുന്നേ? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ വന്നില്ലേ? ഇനി അവൻ നിന്നെ ഒന്നും ചെയ്യില്ല ജനകി. ഇനി അങ്ങനെ അവനെ ചെയ്ത ഞാൻ അവനെ കൊല്ലും. അതെ, അവനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. നീ എന്തിനാ കരയുന്നേ? നീ പേടിക്കുക വേണ്ട. ഞാനുണ്ട് നിന്റെ കൂടെ. അതുകൊണ്ട് അവനെ കരയാതിരിക്കുക പ്ലീസ്. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീ പറഞ്ഞ ശരിയോടാ. ഇതുവരെ അവക്കൊന്നും സംഭവിച്ചില്ലായിരുന്നു. പക്ഷെ ഇനി നിന്റെ മുന്നിൽ വെച്ച അവക്ക് പലതും സംഭവിക്കാൻ പോകുന്ന. അവക്ക് മാത്രമല്ല, നിന്നെ ഞാൻ കൊല്ലും. അതിന് ഞങ്ങളോട് സമ്മതിക്കണേ രാഹുലേ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഗൗരി എനിക്ക് വിട്ടു തന്നല്ലേ? വിട്ടു തരുമല്ലേ? കണ്ടില്ലേ ഗൗരി, അവനവന്റെ കുടുംബം എപ്പോഴും വലുത്. അവനവന്റെ ചേച്ചി മറികടന്നുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനല്ല ഗൗരി. നീ എന്റെ കുടുംബവും ജീവനും വരില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നേ. ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ നിന്ന് എല്ലാരെയും കൊന്നിട്ട് നിന്നെ കൊണ്ട് പോവാന്ന് വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഗൗരി, ഇവന്റെ യഥാർത്ഥ സ്വഭാവം നീ കണ്ടില്ലേ? ഇവൻ നിന്റെ കൂടെ നിൽക്കില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്നെ സ്നേഹിക്കുന്ന ഞാനാണെന്ന്? ഗൗരി, നമുക്കിവിടുന്ന് പോവാ. ഇവരാരും നിനക്ക് വേണ്ട, ഞാൻ മാത്രം മതി. ഗൗരി. ശരിയാ, എനിക്ക് വലുത് എന്റെ കുടുംബം തന്നെയാ. നിന്റെ ഗൗരിയെ ഞാൻ തന്നെ നിന്റെ അടുത്ത് കൊണ്ടുതരാം. പക്ഷേ എപ്പോഴാണ് ഞാൻ നിന്റെ അരികിൽ ഗൗരിയും കൊണ്ടെത്തുന്നത്, അപ്പൊ തന്നെ നീ എന്റെ ചേച്ചി വിടണം. നീ തന്നെ നിന്റെ മരണം എഴുതുകയാണ് ദുരിദ്ര. നീ എപ്പോഴാണോ ഗൗരിയും കൊണ്ട് എന്റെ അരികെ വരുന്ന, അപ്പൊ തന്നെ ഞാൻ നിന്നെ വെടിവെച്ചിരിക്കുക. കാരണം നീ മരിച്ചാൽ മാത്രമേ അവൾ നിന്നെ മറക്കൂ. പിന്നെന്താ, നീ ഗൗരിയും കൊണ്ട് എപ്പോഴാണോ എന്റെ അരികെ വരുന്നേ, അപ്പൊ തന്നെ ശ്രീദേവി ചേച്ചി ഞാൻ വിട്ടേക്കാം. രുദ്ര, നീ എന്തൊക്കെയാ പറയുന്നേ? ഇവരെ പോലൊരാളെ കൂടെ ഗൗരി പറഞ്ഞേക്കുന്നതിനേക്കാളും രുദ്ര, നീ ഇപ്പൊ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പൂർണ്ണമായ ധാരണ ഉണ്ടായിട്ട് തന്നെയാണോ നീ ചെയ്യുന്ന രുദ്ര? എനിക്ക് നല്ല ധാരണയുണ്ട് ചേച്ചി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. അതൊരു പക്ഷേ ഗൗരിക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾക്ക് എന്ത് മനസ്സിലാവാനാ? മനസ്സിലാക്കാനുള്ളതെല്ലാം അവള് മനസ്സിലാക്കി കഴിഞ്ഞു. നിനക്ക് വലുത് നിന്റെ കുടുംബമാണെന്നും ഇത്രയും നാളും നീ അവളെ ചതുക്കിയിടുന്നതെല്ലാം അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു രുദ്ര. ഇനിയും നിന്റെ നാടകം കളിച്ച സമയങ്ങളെ എനിക്കില്ല. അതുകൊണ്ട് എന്റെ ഗൗരി എന്റെ അടുത്തേക്ക് കൊണ്ടുവാ. നിന്റെ അരികിലേക്ക് തന്നെയാണല്ലോ കൊണ്ടുവരുന്നത്. നീ എന്റെ ചേച്ചി വിട്ടെ. പിന്നെ നീ പറഞ്ഞില്ലേ എനിക്ക് വലുത് എന്റെ കുടുംബമാണെന്ന്. അതെ, എനിക്ക് വലുത് എന്റെ കുടുംബം തന്നെ. പക്ഷെ ആ കുടുംബത്തില് ഗൗരി ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയത്. നീ എന്താ വിചാരിച്ച് എന്റെ മുന്നിൽ വന്ന് എന്റെ പെണ്ണെ കൊണ്ടുപോകുന്ന? അതിൽ നീ ഒരു ജന്മം കൂടി ജനിച്ചാൽ പോലും കഴിയില്ല. അതിന് ഈ രുദ്രം മരിക്കണം. എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ചേച്ചി വെച്ച് നീ കളിച്ചത്. അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ, ഗൗരിയുടെ മുന്നിൽ ഒരിക്കൽ കൂടി നീ വന്ന ഞാൻ ജീവനോടെ വിടില്ലെന്ന്. എന്നിട്ട് നീ വീണ്ടും വന്നിരിക്കുകയാണല്ലേ? ഇല്ല, ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല.
രുദ്ര, മതി രുദ്ര, അവന് വിട്ടേക്ക്. ഇനി നീ അവനെ അടിച്ച ചിലപ്പോൾ ചത്തുവോ. നമുക്ക് എന്തായാലും പോലീസിനെ വിളിക്കാം, അതാ നല്ലത്. രുദ്ര, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? വീണ്ടും ഇവനെ രക്ഷപ്പെടാനോ? അതിന്റെ ആവശ്യമില്ല. ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വേണ്ട രുദ്ര, നീ അവനെ വിട്ടേക്ക്. നമുക്ക് എന്തായാലും പോലീസിനെ തന്നെ വിളിക്കാം. നിനക്കൊരു ജീവിതമുള്ള കാര്യം നീ മറക്കരുത്. നോക്ക്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഗൗരിക്കും അവക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് പോലീസിനെ വിളിക്കാം. അതുകൊണ്ട് അവനെ വിടുമോനെ. അവൻ ഇനി നീ അടിച്ച അവൻ എന്തായാലും മരിക്കും. അങ്ങനെ വല്ല സംഭവിച്ച നഷ്ടം ആർക്കാ? ഞങ്ങൾക്കല്ലേ. ഗൗരിയെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കേ. അവക്കൊരു പക്ഷേ അവളോട് തന്നെ ക്ഷമിക്കാൻ പറ്റും. രുദ്ര, ശ്രീദേവി പറയുന്നത് ശരി. അല്ലെങ്കിൽ തന്നെ അവരുടെ ബോധം തന്നെ പോയി. ഇനി എന്തിനാ നമുക്ക് പോലീസിനെ വിളിക്കാം. ഇപ്പൊ തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ താൻ കാരണമെന്നോർത്ത് സ്വയമേ കുറ്റപ്പെടുത്തുകയായിരിക്കും ഗൗരി. അപ്പൊ ഇനി നീയായിട്ട് കൂടി എന്തിനാ? ഗൗരി, നീ എന്തിനാ കരയുന്നേ? എല്ലാം കഴിഞ്ഞില്ലേ? പക്ഷേ ഞാൻ കാരണല്ലേ ഇതൊക്കെ സംഭവിച്ചത്. എന്ത് സംഭവിച്ചു നീ പറഞ്ഞു വരുന്നേ? ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നീ കരയാതിരിക്കേ. ശ്രീദേവി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്നെ ഒരു കോമാളിയാക്കി എനിക്കെല്ലാം നഷ്ടപ്പെട്ട് നീ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല രുദ്ര. കാർത്തിക്, നീ ജാനകി, അമ്മായിയുടെ കാര്യത്തെ പേടിക്കാവുന്നില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞാൻ രുദ്രനെ വിളിച്ചിരുന്നു. അവിടെ പേടിക്കേണ്ടവണ്ണം ഒന്നും നടന്നില്ലെന്നാ അവൻ പറയുന്നേ. എന്തായാലും കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. നീ അത് മറന്നു കളഞ്ഞേക്ക്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തായാലും ഞാൻ ടൈമിംഗ് അല്ലായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ അവൻ തോക്കെടുത്തപ്പോ അവനെ ഷൂട്ട് ചെയ്തില്ലേ? എന്താണ് രുദ്ര നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നീ കുറച്ചൊന്ന് വൈകിയിരുന്നെങ്കിൽ എന്റെ ചേച്ചിക്ക് എന്താവുന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിന്റെ ചേച്ചിക്ക് എന്തായാലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി സിദ്ധാർത്ഥ് ഷൂട്ട് ചെയ്താൽ തന്നെ അത് ആ വ്യക്തിക്ക് കൊള്ളുള്ളായിരുന്നു. കാരണം അങ്ങനെയല്ലേ അയാൾ നിന്റെ ചേച്ചിയെ പ്രൊട്ടക്ട് ചെയ്തത്. ശ്രീദേവി, ഞാൻ പറയുന്നൊന്നും നീ മനസ്സിലാക്ക്. ആ സമയത്ത് മറ്റൊന്നും എന്റെ മനസ്സിൽ തോന്നിയില്ല. സിദ്ധാർത്ഥ് തോക്കെടുത്ത് നിന്റെ നേർക്ക് ചൂണ്ടുന്നുണ്ടപ്പോഴേ എന്തോ ഇത് ചെയ്യാൻ എനിക്ക് തോന്നിയത്. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നതുമില്ല. നിന്നെ രക്ഷിക്കാൻ എന്റെ ജീവൻ കൊടുത്താൽ പോലും. കുഴപ്പമില്ലെന്നാണോ പറയാൻ പോകുന്നേ? എന്നാ എനിക്കത് കുഴപ്പമുണ്ട്. നിങ്ങൾ മരിക്കുന്നതാണോ, നിങ്ങൾ വേദനിക്കുന്നതാണോ എന്നെ കൊണ്ട് പറ്റില്ല. അതിപ്പോ എനിക്ക് വേണ്ടിയാണെങ്കിൽ പോലും എന്നെ കൊണ്ട് എനിക്ക് കഴിയില്ല. അറിയാതെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് എന്നെ ഉപേക്ഷിച്ച് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ പേർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നതല്ല. എന്തിനാ ഓരോ വാക്കുകൾ പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചതല്ല. എനിക്ക് വേണ്ടി പെട്ടെന്ന് ഇയാളെ ജീവിതം കളഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് പോകാനായിരുന്നു നോക്കി. പിന്നെ എന്തിനാ എൻ്റെ പിറകെ നടന്ന് ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്? എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പൊ തന്നെ കഴിവായിരുന്നല്ലേ? നിങ്ങൾ എന്നെ സംരക്ഷിക്കാൻ മാത്രമേ നോക്കിയോളൂ. പക്ഷെ എന്നെ കുറിച്ച് ഒരോട്ടം ചിന്തിച്ചു ഇല്ല? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കുക? ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിറകെ നടന്ന് അവസാനം എന്നെ കൊണ്ടുപോലും നിങ്ങളെ ഇഷ്ടമാണെന്ന് വരുത്തിച്ചപ്പോ എന്നെ ഉപേക്ഷിച്ച് പോകാനാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നേ? എന്താ നീ പറഞ്ഞേ? നിനക്കെന്നെ ഇഷ്ടമാണെന്നോ? ശ്രീദേവി, നീ സത്യല്ലേ പറയുന്നേ? നിനക്കെന്നെ ഇഷ്ടമാണെന്നോ? ഗൗരി, നീ കേട്ടോ? ശ്രീദേവി പറഞ്ഞു, നീ കേട്ടോ? ശ്രീദേവിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. നിങ്ങൾ എന്താ കാണിക്കുന്നേ? കൊച്ചുകുട്ടികളെ പോലെ മിണ്ടായിരുന്നേ. എന്തോ എനിക്കറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ സന്തോഷം കണ്ട. സന്തോഷമൊക്കെ ഇവിടെ നിൽക്കട്ടെ. പക്ഷെ ഇനി മേല ഇതുപോലൊരു പ്രശ്നം സംഭവിച്ച ഇങ്ങനെയൊന്നും ചെയ്യരുത്. ജീവിക്കണെങ്കിലും മരിക്കണെങ്കിലും ഒരുമിച്ച്. ഇനി ഇങ്ങനെ ചെയ്യില്ലെന്ന് കാർത്തിക് എനിക്ക് വാക്ക. അതെ, ജീവിക്കണെങ്കിലും മരിക്കണെങ്കിലും നിന്റെ ഒപ്പം. ഫൈനലി ശ്രീദേവി ചേച്ചിയുടെ ഫീലിങ്സ് മനസ്സിലാക്കി. ഇതൊക്കെ കാണുമ്പോ സിദ്ധാർത്ഥ് ജയിലിൽ ചാടിയത് എന്തുകൊണ്ടും നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നേ. അല്ല രുദ്ര, അല്ല നീ എന്താ ഗൗരി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ എനിക്ക് എന്റെ ഗൗരി ഇങ്ങനെ കെട്ടിപ്പിടിച്ചൂടെ? അതിന് നിന്റെ ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ സിദ്ധാർത്ഥ് ജയിലിൽ ചാടിയത് പൂർണ്ണമായിട്ടും ദോഷകരമല്ലെന്ന്. ഒരു വട്ടോടെ അവൻ ചാടിട്ട്
അപ്പൊ അവനും അറിയും, നീയും അറിയും. ഞാൻ പറഞ്ഞില്ലേ രുദ്ര, ഇത് ബൈ ചാൻസ് എങ്ങനെയോ നടന്നതാ. ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അവന്റെ കാലിൽ ഷൂട്ട് ചെയ്തില്ലേ. അപ്പൊ അതൊക്കെ ക്ലിയർ ആയി എടുക്കാൻ തന്നെ കുറച്ച് നാള് പിടിക്കും. പിന്നെ ഇനി അവൻ ജയിലിൽ ചാടാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം കൂടിയാ. അതുകൊണ്ട് നീ അതോർത്ത് പേടിക്കണ്ട. എന്തായാലും ഞാൻ ഇറങ്ങാം. ശരിയെങ്കിൽ. അല്ല, നീ എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? എന്താ അശോകിന് ഇതുവരെ മാറിയിട്ടില്ല നീ? ഹേ, അതൊന്നുമല്ല. ഞാൻ ശ്രീദേവി ചേച്ചിനെയും കാർത്തികിനെ കാര്യം ചിന്തിക്കുകയായിരുന്നു. ശ്രീദേവി ചേച്ചി ഇത്ര പെട്ടെന്ന് കാർത്തികിനോട് ഇഷ്ടമെന്ന് പറയുമെന്ന് ഞാനും വിചാരിച്ചില്ല. എന്തായാലും അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ കുടുംബമാണ് എപ്പോഴും എനിക്ക് വലുതെന്ന്? ആ കുടുംബത്തിൽ ഞാൻ ഇന്നും ഉണ്ടെന്നറിഞ്ഞപ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നി. എന്തൊക്കെ നടന്നാലും നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് നിങ്ങൾ ഇന്നും എന്നെ തെളിയിപ്പിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെ ഒരാളെ കണ്ടെത്തിയാലും നിങ്ങളെപ്പോലെ ഒരാളെ സ്നേഹിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട് രുദ്രേട്ടാ. നീ സന്തോഷത്തോട്ടിരിക്കുന്ന കാണുന്നത് തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷെ നിനക്കാ തെറ്റിയത് ഗൗരി. നീ വന്നതോടെയാ എന്റെ ജീവിതം മാറിയത്. ഞാൻ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ഒരുപക്ഷെ നീ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിത്തീരില്ലായിരുന്നു. പിന്നെ നീ എന്റെ കുടുംബത്തിലെ വേറൊരാളല്ല ഗൗരി. ഏറ്റവും വിലപ്പെട്ടതാ, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരാളാ. ഒരുപക്ഷെ എന്റെ ജീവന് തുല്യം. അങ്ങനെയുള്ളപ്പോ ആ ജീവനില്ലാതൊക്കെ ഞാൻ നോക്കുമോ? ഒരിക്കലുമില്ല. പിന്നെ ഇനി ആ കാര്യം നമ്മൾ ഇത്ര പേര് മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാവരും അറിയണം. ഈ രുദ്രന്റെ ജീവിതവും ജീവനും കുടുംബവും എല്ലാം നീയാണെന്ന്. എന്നുവെച്ചാ അതൊക്കെ എന്റെ മുയൽപ്പല്ലി ഉടനെ അറിയും. എന്തായാലും ഇത്ര പെട്ടെന്ന് ഇവരെ കല്യാണം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്താണ് പറയണേ, നീ വിചാരിച്ചായിരുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാ രുദ്രന്റെയും ഗൗരിയുടെയും കാര്യത്തിൽ പിന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ശ്രീദേവി ചേച്ചിയുടെയും കാർത്തികിന്റെ കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത്ര പെട്ടെന്ന് അവരെ കല്യാണം രുദ്രന്റെയും ഗൗരിയുടെയും കൂടെ ഒരുമിച്ച് ഈ പന്തൽ വെച്ച് നടക്കുമെന്ന്. അല്ല, പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ അനുജത്തി ആ പോലീസിനെ എൻഗേജ്മെന്റ് ചെയ്യുമെന്ന് പോലും ഞാൻ വിചാരിച്ചല്ല. വീട്ടിൽ കേസ് എന്ന് പറഞ്ഞാൽ എന്നും വരുമ്പോ അതെന്റെ അനുജത്തി അവളെ ചെറുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും അവൾ ഹാപ്പി ആണെന്ന് ഓർക്കുമ്പോ ഒരു സമാധാനമുണ്ട്. അല്ല, എന്താളിയാ എന്നെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. പാറു ഇവിടെ? പാറു ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. അതെ അളിയാ, നിന്നെ കുറിച്ച് തന്നെ പറഞ്ഞത്. നീയും എന്റെ അനുജത്തി തമ്മി എങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പോലും എനിക്കിപ്പോഴും ഒരു ബോധ്യമില്ലെന്നാ ഞാൻ ഇവനോട് പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ പാറു മിക്കവാറും ശ്രീദേവി ചേച്ചിയുടെ കൂടെയും ഗൗരിയുടെ കൂടെ തന്നെ കാണും. ഒന്നല്ലല്ലോ, രണ്ടല്ലേ കല്യാണ പെണ്ണും. ആ, അതും ശരിയാ. ഇതുപോലെ നമുക്ക് മൂന്നാൾക്കൂടെ ഒരേ പന്തല് വെച്ച് അങ്ങ് കല്യാണം കഴിച്ചല്ലോ. എങ്ങനെ ഇരിക്കുമല്ലയാ? അടിപൊളിയല്ലേ? നിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എന്റെയും പ്രണവിന്റെയും കാര്യം എന്തായാലും ഇത് കഴിഞ്ഞ് കൂടിപ്പോയി ഒരു 3 മാസം, അതിൽ കൂടുതലൊന്നും പോകില്ല. നിങ്ങളുടെ എൻഗേജ്മെന്റ് ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ നിയമപരമായി 1 വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം, അല്ലേ പ്രണവേ? അത് ശരിയാ, എൻഗേജ്മെന്റ് ഈ ഇടയ്ക്കില്ലേ കഴിഞ്ഞ്. അപ്പൊ 1 വർഷം കഴിയട്ടെ. അർജുൻ പറഞ്ഞാലും കാര്യമുണ്ട്. അർജുൻ പറയുന്നത് ശരിയെന്ന്. പരസ്പരം കണ്ട കീരി മാമിനെ പോലെ നടന്നവരായിരുന്നു. ഇപ്പൊ ചങ്കും ചങ്ങിനെ പോലെ നടക്കുന്നത്. കാലം മാറിയ പോക്കേ. അല്ല, നിങ്ങൾ മൂന്നാളൂടെ ഒറ്റയ്ക്കിന്ന് ഇവിടെ നിന്ന് എന്ത് സംസാരിക്കുക? മുഹൂർത്ത സമയാവാറേ, മണ്ഡപത്തിലേക്ക് വന്നേ. ആ, ഇതാ വരുന്നു മാളു. അല്ല മാളു, ജാനകിയോടെ? നിന്റെ കൂടെയല്ലേ ആള് പോയത്? കണ്ടില്ലല്ലോ. എവിടെയുള്ളു? എന്റെ പൊന്നു പ്രണവേ, നിന്റെ ജാനകി ഇവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. ആ, ഇതാ വരുന്നു നിന്റെ ആള്. എന്റെ ജാനകി, നീതാ ഈ പ്രണവിന് 26 മണിക്കൂർ കൂടെ കൊണ്ടുവരണോ? അല്ലെങ്കിൽ വരുന്നവരത്തും പോണവരത്തും ചോദിക്കും എന്റെ ജാനകിയെ കണ്ടോ, എന്റെ ജാനകിയെ കണ്ടോന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാൻ കണ്ടില്ലാത്തോണ്ട് ചോദിച്ചതാ. ആ, ഇനി നിന്ന് സംസാരിച്ച് സമയം താമസിക്കാതെ വാ, പോയി. നീല പറഞ്ഞേ മുഹൂർത്ത സമയം ആവാറായെന്ന്. വാ, വന്നേ ജാനകി. ഹേ, എന്താ പറ്റി? അങ്ങനെ ഒന്നും പറ്റിയില്ല. പക്ഷെ പെട്ടെന്നെന്തോ നിന്നെ മിസ് ചെയ്യുന്ന പോലെ തോന്നി. ഈ ചിരിയൊക്കെ മിസ് ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ ഈ അലങ്കാരമൊക്കെ കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുപോലെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. അതാ നിന്റെ തിരക്ക്. വാ, ഇനി സംസാരിച്ചെന്നാ മാള് വീണ്ടും നമ്മളെ കളിയാക്കും. വന്നേ. അങ്ങനെ പ്രതീക്ഷിച്ചതിനെക്കാളും നല്ല രീതിക്ക് എൻ്റെ ഒരേ ഒരു ഫ്രണ്ടിൻ്റെയും എൻ്റെ ചേച്ചിയുടെയും കല്യാണം നടന്നിട്ടുണ്ട്. ഇനി ഗ്രൂപ്പ് ഫോട്ടോയാ.
എല്ലാരും വന്നേ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ. എന്താ പറ്റി മിസ്സസ് രുദ്രൻ? എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നോക്കാൻ പാടില്ലെന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ പോയല്ലേ, അപ്പോ നീ സുന്ദരിയായിട്ട് തന്നെ ഇരിക്കണം. നിനക്കറിയില്ല ഗൗരി, നീ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ദിവസം എൻ്റെ ജീവിതത്തിലേ ഉണ്ടാവില്ലായിരുന്നെന്ന്. ഒരുപാട് നന്ദിയുണ്ട് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചേന്. കാരണം അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചു കഴിഞ്ഞു, അത്രമാത്രം. നിങ്ങൾക്കറിയില്ല രുദ്രേട്ടാ, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനം പുലർത്തുന്നതെന്ന്. ഒരു പക്ഷേ നിങ്ങൾ അന്ന് ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കത്തോലില്ലായിരുന്നു. അതെ, നിങ്ങളെ കണ്ടുമുട്ടിയതും നിങ്ങളെ പ്രണയിച്ചതുമല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ്. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് രുദ്രേട്ടാ. ഒരുപാട് നന്ദിയുണ്ട് മോളോ. പലപ്പോഴും നിന്നെ തള്ളിക്കളയാൻ നോക്കിട്ടോ വീണ്ടും നീ എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഇതുവരെ എൻ്റെ കൂടെ നിന്നതിന്. ഒരു പക്ഷേ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് മാത്രം നീ എന്നെ നിന്നെ ഇഷ്ടപ്പെടുത്തി കഴിഞ്ഞു മോളൂ. എനിക്കറിയാം അർജുനേട്ടാ, വാക്കുകളുകൊണ്ട് നിങ്ങൾ ഒരുപാട് തവണയാണ് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്നുണ്ടാവണേന്ന്. കാർത്തിക്, ഒരു പക്ഷേ ഇനി ജീവിതത്തിന് മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ ഇൻസെക്യൂർസ് എന്നെ പിന്നിലേക്ക് വലിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉറപ്പാനൊക്കെ ഇനി എൻ്റെ ജീവിതം നിന്നോടൊപ്പം ആയിരിക്കും. നിന്നെ മാത്രം സ്നേഹിച്ച്, നിന്നെ മാത്രം. എനിക്കറിയാം ശ്രീദേവി, ഇപ്പോഴും പല കാര്യങ്ങൾ നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇനി അങ്ങോട്ട് നീ അതൊന്നും ചിന്തിക്കില്ല. നീ ഞാനും, അതെ, നമ്മൾ ആ കൊച്ചു ലോകത്തിൽ നീ എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതെൻ്റെ ഉറപ്പാ ശ്രീദേവി. കാരണം നീ വേദനിക്കുമ്പോൾ അത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി നിന്റെ ജീവിതത്തിൽ എന്നും സന്തോഷങ്ങൾ മാത്രമായിരിക്കും ശ്രീദേവി. അത് നിന്റെ ഈ ഭർത്താവായി ഞാൻ തരുന്ന വാക്ക. ജീവിതത്തിൽ പണമാണ് എപ്പോഴും വലുതെന്ന് വിചാരിച്ച എന്നെ അതല്ല സ്നേഹമാണ് വലുതെന്ന് പഠിപ്പിച്ച നിനക്ക് ഒരുപാട് നന്ദി അടിച്ചാണെങ്കിൽ ഒരു പക്ഷെ നീ ഒരുപാട് വേദനിച്ചാണായിരിക്കും. ഇനി അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഈ കൈകള് അത് ഞാൻ ഒരിക്കലും വിടില്ല. അത് എന്നോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും ജീവിതകാല അവസാനം വരെ. ഒരുപാട് തവണയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പ്രണവേ, നിങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്ന്. പക്ഷേ എനിക്കറിയാം ഞാനത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പ്രണവേ. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ആരൊക്കെയായിട്ടാ നിങ്ങൾ കടന്നു വന്നത്, ദൈവമായിട്ടോ രക്ഷകനായിട്ടോ ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ ജീവിത അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് മതി പ്രണവേ, ഇനി എനിക്ക് അങ്ങോട്ട് ജീവിക്കാം. അത് മതി. ആദ്യ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച എൻ്റെ മുന്നിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിച്ചത് ഒരു സെക്കൻഡ് ചാൻസ് പോലെ. പക്ഷെ ഇപ്പം എനിക്ക് ഉറപ്പാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സിനെക്കാളും എന്തുകൊണ്ടും നിങ്ങളാ ബെറ്ററെന്ന്. ബെറ്ററല്ല, നിങ്ങളാ എൻ്റേതെന്ന്. എനിക്കറിയാൻ പാറു, ഞാൻ ഒരിക്കലും നിന്റെ ഫസ്റ്റ് ചോയ്സ് അല്ല എന്ന്. പക്ഷേ ഞാൻ ഉറപ്പ് നൽകാം, നീ രുദ്രനോടൊപ്പം ചിന്തിച്ചു കൂട്ടിയ ജീവിതത്തെക്കാളും അതിമനോഹരമായിട്ടുള്ളൊരു ജീവിതം ഞാൻ നിനക്ക് തരും. കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതെ, നിങ്ങളിങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടാ ഞാൻ എങ്ങനെ ഫോട്ടോ എടുക്കാം? നിങ്ങളൊന്ന് ക്യാമറയിലേക്ക് നോക്കിയേ. എന്താ കുട്ടികളെ, നിങ്ങൾ നേരെ നോക്കി നിന്നേ. പരസ്പരം നോക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാകാം. നേരെ നിന്നേ. നിങ്ങൾ എന്തായാലും ഫോട്ടോ എടുത്തോ. ഇനി നേരെ നിൽക്കുന്നവരൊക്കെ നേരെ നിന്നാ മതി. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകണ്ടല്ലേ. എല്ലാവരും നേരെ നിന്നല്ലോ, ഉറപ്പാണല്ലോ? ആ, മോള് ഫോട്ടോ എടുത്തോ. ഓക്കെ, 1 2 3.